നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ആദ്യം വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. അവയവദാനത്തിൽ പുതുചരിത്രം. നാടിന്റെ ആകെ വേദനയായ ആലൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലനിലൂടെ 5 കുഞ്ഞുങ്ങൾക്കാണ് പുതുജീവൻ ലഭിക്കുക. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയ ആലന്റെ ഭൌതിക ശരീരത്തിന് ആദരമർപ്പിച്ച ശേഷമാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് കൈമാറിയത്. മണിക്കൂറുകൾ മുൻപ് വരെ ആ കുഞ്ഞു മാലാഖയെ അധികമാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ പിതാവ് അരുണിനും മാതാവ് ഷെറിനും ഉറ്റവർക്കും ഉള്ളുപിടയുന്ന വലിയ നോവായിരുന്നു അവൾ. എന്നാൽ 5 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്നാണ് ആലിനി ലോകത്തോട് വിട പറയുന്നതെന്ന വാർത്ത പരന്നതോടെ അവൾ മലയാളക്കരയുടെ ആകെ നോവായി മാറി. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുതിച്ച ആംബുലൻസിന് വേഗം ചോരാതിരിക്കാൻ നാടൊറ്റക്കെട്ടായി നിന്ന വഴിയൊരുക്കി. ഉള്ളുരുകുന്ന വേദനയിലും തങ്ങളുടെ കുരുന്നിന്റെ കണ്ണും കരളും വൃക്കകളും ഹൃദയവാൽവും ഇതുവരെ കാണാത്ത കുറെ കുഞ്ഞുമക്കളുടെ ജീവിതത്തിന് നിറം പകരാനായി ആലിന്റെ മാതാപിതാക്കൾ വിട്ടുനൽകി. കിംസ് ആശുപത്രിയിലെ ഡോക്ടർ വർഗീസ് എൽദോയുടെ നേതൃത്വത്തിൽ ആരോഗ്യപ്രവർത്തകർ വൈകിട്ട് 7 മണിയോടെ കൊച്ചിയിൽ നിന്ന് അവയവങ്ങളുമായി പുറപ്പെട്ടു. പോലീസ് യാത്രയ്ക്ക് അകമ്പടിയേകി. 3.5 മണിക്കൂർ കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി. ദൗത്യം വിജയിപ്പിക്കാൻ ജനങ്ങളും പോലീസും ഒന്നിച്ചു കൂടെ നിന്ന ആംബുലൻസ് ഡ്രൈവർ. എല്ലായിടത്തും എല്ലാ ജംഗ്ഷനിലും എല്ലാ ആൾക്കാർ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല സഹകരണം. എല്ലായിടത്തും ബ്ലോക്ക് തന്നെയൊക്കെ എല്ലാവരും അവർ എല്ലാം വഴിയൊരുക്കി തന്നു. അതുകൊണ്ട് നല്ലൊരു ഭാഗ്യം. കഴിഞ്ഞ 5-ാം തീയതിയാണ് മാതാവിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ അപകടത്തിൽപ്പെടുന്നത്. തുടർചികിത്സ ഫലം കാണാതെ വന്നതോടെ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ഭൗതിക ശരീരം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആലിന്റെ ഭൗതിക ശരീരം കൈമാറുന്നതിന് മുൻപ് ആശുപത്രി അധികൃതരുടെ ഗാർഡ് ഓഫ് ഓണർ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശനിയാഴ്ച ആലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. 24 കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ജിബിൻ JB ആണ് ചേരുന്നത്. ജിബിൻ, അങ്ങനെ ആലിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി നിർണായകമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. അത് 2 കുഞ്ഞുങ്ങൾക്കാണ് നടക്കാനിരിക്കുന്നത്. ശസ്ത്രക്രിയയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 ഇടങ്ങളിലെയാണ് ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കിംസ് ആശുപത്രിയിലും മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലുമാണ് ഈ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കരൾ എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുരുന്നിനാണ്. ആ കുരുന്നിനാണ് കരൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ 7 മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയകൾ ആരംഭിച്ചിരുന്നു. അവിടേക്കാണ് കരൾ എത്തിച്ചത്. ഉടൻ തന്നെ ഈ കിംസ് ആശുപത്രിയിലേക്ക് കരൾ എത്തിച്ച ഉടൻ തന്നെ ശസ്ത്രക്രിയ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കുകയും ഇപ്പോൾ അവിടെ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് വൃക്കയാണ്. വൃക്ക സ്വീകരിക്കുന്ന കുട്ടിയുടെ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ്. അവിടെയും ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഹൃദയ വാൾവാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്കാണ് ഹൃദയത്തിന്റെ വാൾവ് എത്തിച്ചത്. അത് പക്ഷേ ഇവിടെ ഇന്ന് ശസ്ത്രക്രിയയൊന്നും തന്നെ നടക്കുന്നില്ല. നിലവിൽ ഈ ഹൃദയത്തിന്റെ വാൾവ് ഈ ആശുപത്രിയുടെ വാൾവിൽ സൂക്ഷിക്കുന്ന ബാങ്കിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ശ്രീചിത്ര ആശുപത്രിയിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ അവയവദാനത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു നേട്ടമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം വെറും 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ എന്ന് പറയുന്ന ആ ഒരു കുരുന്ന്, ആ കുരുന്നിലൂടെ 5 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഈ നാടിനോട് അല്ലെങ്കിൽ നമ്മളോടെല്ലാം തന്നെ വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ ജൈനേഷ് എന്ന് പറയുന്ന വാഹനത്തിന്റെ സാരഥി, ആംബുലൻസിന്റെ സാരഥി പറഞ്ഞ ഒരു വാക്കുണ്ട്. കാരണം ഈ ഒരു ദൗത്യം തൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ തൻ്റെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ,
തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടാകാതെ വിജയപൂർവ്വമായി തന്നെ ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ളത് അത് തനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ഈ ജൈനേഷ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സാരഥിയും അതുപോലെ കേരളക്കാരെ എല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് ഈ ശസ്ത്രക്രിയകളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ആ കുരുന്നുകളുടെ ശരീരത്തിൽ ഈ അവയവങ്ങൾ ജീവനോടെ തുടിച്ചു തുടങ്ങുന്ന ഒരു വാർത്ത പുറം ലോകത്തേക്ക് എത്രയും വേഗം എത്തണമെന്നുള്ളതാണ് ഇനി എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഈ അവയവങ്ങളെല്ലാം തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തീകരിച്ച അതിനുശേഷം ഈ 5 കുരുന്നുകൾക്കും പുതുജീവൻ ഏകിക്കൊണ്ട് അവരെല്ലാവരും തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് കേരളക്കാരെ എല്ലാവരും തന്നെ ഉറ്റുനോക്കിയ അതുപോലെ തന്നെ വിജയകരമായ രീതിയിൽ എല്ലാവരും ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ 7:15 അമൃത ആശുപത്രിയിൽ നിന്ന് ഈ ആംബുലൻസ് പുറപ്പെടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ആ ഒരു സമയത്ത് എല്ലാ റോഡുകളിലും ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്നപ്പോൾ ആ റോഡെല്ലാം തന്നെ എത്രയും വേഗം തന്നെ ക്ലിയർ ആക്കുകയും അവിടെ ആംബുലൻസ് വളരെ വിജയപൂർവ്വം തന്നെ ഈ ആംബുലൻസ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ എല്ലാ റോഡുകളും തന്നെ ആംബുലൻസിന് മുന്നോട്ട് പോകാൻ സാധിച്ചു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ തന്നെ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പോലെയൊന്നുമല്ല, തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കേറിയ റോഡിൽ കൂടിയാണ് ഈ ആംബുലൻസ് സഞ്ചരിച്ചത്. പക്ഷേ അവിടെ എല്ലാം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വാഹനങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് റോഡ് മുഴുവനായി ക്ലിയർ ചെയ്യാൻ സാധിച്ചിരുന്നു. അങ്ങനെ വെറും 3 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് എറണാകുളത്ത് നിന്ന് ഈ ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് എത്തുകയും അവിടെ കിംസ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലും വിജയകരമായി ഈ അവയവങ്ങൾ എത്തിക്കുകയും ഇപ്പോൾ ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പ്രവിത. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലൻ ഷെറൻ എബ്രഹാമിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ 2 ആശുപത്രികളിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായിട്ടാണ് ശസ്ത്രക്രിയകൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായാണ് ആലൻ ഈ അവയവങ്ങൾ ദാനം ചെയ്തതിലൂടെ മാറിയിരിക്കുന്നത്. 5 കുഞ്ഞുങ്ങൾക്കാണ് പുതുജീവൻ ലഭിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ജിബിൻ ജെബി പങ്കുവച്ചത്. ആലന്റെ മാതാപിതാക്കളുടെ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ടെന്ന് കരൾ സ്വീകരിക്കുന്ന ഡ്രിയയുടെ പിതാവ് ബൈജു കുമാർ 24നോട്. മരണാനന്തര അവയവദാനത്തിലൂടെ അവയവം സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാവുകയാണ് ഡ്രിയ. ഡ്രിയയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് 24 1 മാസം മുൻപ് വാർത്ത നൽകിയിരുന്നു. എനിക്കും വിഷമമുണ്ട്. ആ മാതാപിതാക്കൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ആ കുഞ്ഞു ജീവൻ കിട്ടാൻ വേണ്ടി. എന്നാലും ഇപ്പം എൻ്റെ ആ കുഞ്ഞിനുള്ളൊരു ജീവൻ കിട്ടുകയാണ്. അതിന് സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ട്. ആ കുഞ്ഞിലൂടെ എൻ്റെ മകളും ജീവിക്കുകയാണ്, ആ കുഞ്ഞും ജീവിക്കുകയാണ്. 1.5 മാസം കൊണ്ട് ചികിത്സയിലാണ്. ചിലവെല്ലാം എല്ലാവരും സഹായിക്കുന്നതാണ്. ക്രൗഡ് ഫണ്ടിങ്ങും എല്ലാ നാട്ടുകാരും എല്ലാവരും സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വാക്കുകളൊന്നും കിട്ടുന്നില്ല. ആ കുഞ്ഞു ജീവൻ എൻ്റെ മകളിലൂടെ ജീവിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. ഹജ്ജ് സീസണിന് മുന്നോടിയായി മക്കയിലെയും മദീനയിലെയും താമസ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി സൗദി ടൂറിസം മന്ത്രാലയം. തീർത്ഥാടകരുടെ സുരക്ഷയും സ്വകാര്യതയും മുൻനിർത്തി സന്ദർശകരുടെ പ്രവേശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രാലയം പുറപ്പെടുവിച്ച 60ഓളം ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. മക്കയിലും മദീനയിലും എത്തുന്ന തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് സൗദി ടൂറിസം മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. ഹജ്ജ് സീസണിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക താമസ കേന്ദ്രങ്ങളിൽ അതിഥികളല്ലാത്തവർ പ്രവേശിക്കുന്നത് ഇനി മുതൽ നിയന്ത്രിക്കപ്പെടും. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഈ ചട്ടം എല്ലാ താമസ കേന്ദ്രങ്ങൾക്കും ബാധകമാണ്. ഓരോ താമസ കേന്ദ്രവും അതിഥികളുടെ വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലുമായി തത്സമയം ബന്ധിപ്പിച്ചിരിക്കണം. മുറികളിലെ താപനില 20നും 24 ഡിഗ്രിക്കുമിടയിൽ ക്രമീകരിക്കണമെന്നും പ്രാർത്ഥനാ മുറികൾ അത്യാധുനിക സൗകര്യങ്ങളോടെയും വൃത്തിയായും സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റിസപ്ഷനുകളിൽ അറബിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന ജീവനക്കാർ 24 മണിക്കൂറും ലഭ്യമാകണം. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ക്രമീകരണങ്ങൾക്കും മന്ത്രാലയം മുൻഗണന നൽകുന്നുണ്ട്. എമർജൻസി എക്സിറ്റ് പ്ലാനുകൾ മുറികളിലെ വാതിലുകൾക്ക് പിന്നിൽ പ്രദർശിപ്പിക്കണം. ഇതിനു പുറമെ ഫസ്റ്റ് എയ്ഡ് ബോക്സും ഹൃദയാഘാതം പോലുള്ള അടിയന്തര ഘട്ടങ്ങളെ നേരിടാനുള്ള സൗകര്യങ്ങളും വേണം. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം റാമ്പുകളും നിർദ്ദേശ ബോർഡുകളും സ്ഥാപിക്കണം. കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനകളിൽ 21,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്ഥാപന ഉടമകൾക്ക് സ്വയം പരിശോധന നടത്താനുള്ള ഓൺലൈൻ സംവിധാനവും മന്ത്രാലയം ഏർപ്പെടുത്തി. നിയമലംഘനങ്ങൾ ഒഴിവാക്കി ഹജ്ജ് സേവനം കുറ്റമറ്റതാക്കുകയാണ് ലക്ഷ്യം. 24 ജിദ്ദ. ഡൽഹി വേദിയാകുന്ന ഭാരത് AI ഇംപാക്ട് സമ്മിറ്റിൽ UAE പ്രതിനിധി സംഘത്തെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നയിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. ഈ മാസം 16 മുതൽ 20 വരെയാണ് സമ്മിറ്റ്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നയരൂപീകരണ വിദഗ്ധരും ഭരണത്തലവന്മാരും ഉച്ചകോടിയുടെ ഭാഗമാകും. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം.
കുവൈറ്റ് ആന്റി ഡ്രഗ് അതോറിറ്റിയുടെയും ദുബായ് പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിൽ വൻ ലഹരിക്കടത്ത് സംഘത്തെ പിടികൂടി. 14 ദശലക്ഷം ലഹരി ഗുളികകൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. 3 പേർ അറസ്റ്റിലായി. കുവൈറ്റ് ലഹരി വിരുദ്ധ അതോറിറ്റിയുമായി ചേർന്ന് ദുബായ് പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ 3 പേരെ പിടികൂടാനായത്. കോടികൾ വിലമതിക്കുന്ന 14 ദശലക്ഷത്തിലധികം കെപ്റ്റാഗൺ ഗുളികകളാണ് പോലീസ് പിടിച്ചെടുത്തത്. ചോളം നിറച്ച ചാക്കുകളിൽ മയക്കുമരുന്ന് ഗുളികകൾ ഒളിപ്പിച്ചു കടത്താനായിരുന്നു സംഘത്തിന്റെ ശ്രമം. 5 കണ്ടെയ്നറുകളിലായാണ് ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ UAE-യിലെയും കുവൈറ്റിലെയും അതോറിറ്റികൾ തമ്മിൽ തുടർച്ചയായി നടത്തിയ വിവര കൈമാറ്റത്തിന്റെയും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നുവെന്ന് ദുബായ് പോലീസ് വെളിപ്പെടുത്തി. പ്രത്യേക ടീം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. സംശയകരമായ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ കുവൈറ്റ് UAE പോലീസ് ടീമുകൾ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് ഒരു അറബ് രാജ്യത്തെ തുറമുഖത്തെത്തിയ കണ്ടെയ്നറുകളുമായി അറബ് വംശജരായ 3 പേർക്ക് ബന്ധമുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തി. രഹസ്യാന്വേഷണ വിവരങ്ങൾ പൂർണ്ണമായി ലഭിച്ച ഉടൻ പ്രത്യേക സംഘങ്ങൾ നീക്കം നടത്തുകയും സംഭരണത്തിനായി തുറമുഖത്ത് നിന്ന് ചാക്കുകൾ ഇറക്കുന്നതിനിടെ 3 പ്രതികളെയും പിടികൂടുകയായിരുന്നു. മുഴുവൻ മയക്കുമരുന്നും തുറമുഖത്ത് വെച്ച് തന്നെ പിടിച്ചെടുക്കാനായതായി പോലീസ് അറിയിച്ചു. 2050 കിലോഗ്രാമായിരുന്നു മൊത്തം കെപ്റ്റാഗൺ ഗുളികകളുടെ തൂക്കം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. 24 ദുബായ്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ആഗോളതലത്തിൽ ക്യാമ്പയിനുമായി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. 50 ലക്ഷം കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കലാണ് ലക്ഷ്യം. വിവിധ അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. ഹദ്ദൽ ഹയ എന്ന പേരിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഓരോ റമദാനിലും ഇത്തരത്തിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്ന ഒരു ക്യാമ്പയിന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടക്കമിടാറുണ്ട്. പ്രാദേശിക തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമായി 1 ബില്യൺ ദിർഹത്തിന്റെ സഹായം നൽകുകയാണ് ലക്ഷ്യം. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായാണ് പദ്ധതി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോഷകാഹാരക്കുറവോ വിശപ്പോ മൂലം മരിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിൽ കുറിച്ചു. കഴിഞ്ഞ വർഷം 118 മില്യൺ കുട്ടികളിലാണ് പോഷകാഹാരക്കുറവ് കണ്ടെത്തിയത്. 2.6 മില്യൺ കുട്ടികൾ പട്ടിണി മൂലം മരിച്ചു. ലോകത്തിന്റെ കൺമുന്നിൽ ഇത്തരമൊരു മാനുഷിക ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നിഷ്ക്രിയരായി തുടരാനാകില്ലെന്നും അത് തങ്ങളുടെ മൂല്യങ്ങൾക്കെതിരാണെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. ചിൽഡ്രൻസ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഫൗണ്ടേഷൻ, സേവ് ദി ചിൽഡ്രൻ, യുണിസെഫ്, ആക്ഷൻ അഗെയിൻസ്റ്റ് ഹങ്കർ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളുമായി സഹകരിച്ചാണ് ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. 24 ദുബായ്. ഓസ്ട്രേലിയയിലെ പെർത്ത് സിറ്റിയിൽ സമാധാനപരമായി നടന്ന പ്രതിഷേധത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. ആക്രമണത്തിന് പിന്നിൽ ഭീകരരെന്നാണ് സൂചന. ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെർത്ത് നഗര കേന്ദ്രത്തിലെ ഫോറസ്റ്റ് പ്ലേസിൽ സമാധാനപരമായി നടന്ന പ്രതിഷേധത്തിനിടെ ആൾക്കൂട്ടത്തിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായി. ഏകദേശം 2000-ഓളം പേർ പങ്കെടുത്ത പ്രതിഷേധ പരിപാടിക്കിടെയാണ് സംഭവമുണ്ടായതോടെ പൊതുജനങ്ങൾ ഉടൻ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. WA പോലീസ് പ്രദേശം ഉടൻ നിയന്ത്രണത്തിലാക്കി. 2000-ലധികം പേരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. സംഭവത്തിൽ കൂടുതൽ ഭീഷണികളില്ല എന്ന് പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലുള്ളയാൾ പോലീസ് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെടുത്തി വിവരം നൽകിയ പൊതുജനങ്ങളോടും ഒഴിപ്പിക്കൽ നടപടികളിൽ സഹകരിച്ച പരിപാടി സംഘാടകരോടും പങ്കെടുത്തവരോടും പോലീസ് നന്ദി അറിയിച്ചു. പ്രതിഷേധ വേദിയുടെ മുൻവശത്തു നിന്നും സ്ഫോടക വസ്തു കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു. പോലീസ് കമ്മീഷണർ അറിയിച്ചതനുസരിച്ച് കണ്ടെത്തിയ വസ്തു അത്യന്തം ലളിതമായതും ഒരു കോഫി കപ്പിന്റെ വലിപ്പം മാത്രം ഉള്ളതായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. സമാധാനപരമായ പ്രതിഷേധത്തെ ലക്ഷ്യമിട്ട് നടന്ന ഈ നടപടി അംഗീകരിക്കാനാവാത്തതാണെന്ന് അധികാരികൾ വ്യക്തമാക്കി. And those items were wrapped around an unknown at this stage liquid in a glass container. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ പ്രകാരം പെർത്ത് ഇൻവേഷൻ ഡേ റാലിയിൽ നടന്ന സംഭവം ഭീകരാക്രമണമാണെന്ന് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംഭവത്തിൽ തുടരന്വേഷണം നടക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലിജ ചാക്കോ. ഓസ്ട്രേലിയയിൽ ഡ്രൈവിംഗിനിടെയുള്ള ഒരു ചെറിയ അശ്രദ്ധ പോലും നിങ്ങൾക്ക് $1200 പിഴ ലഭിക്കാൻ കാരണമാകും. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചാൽ പോലും നിയമലംഘനം ആകുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. ഡ്രൈവിംഗിനിടെ ഫോൺ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ പോലും മടിയിലോ സീറ്റിലോ
ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലോ വച്ച് ഉപയോഗിക്കുന്നത് ഗുരുതര നിയമലംഘനമായി കണക്കാക്കും. വാഹനത്തിൽ ശരിയായി ഘടിപ്പിച്ച ക്രേഡിലിൽ വച്ച് ഹാൻഡ്സ് ഫ്രീ രീതിയിൽ നാവിഗേഷൻ കേൾക്കാനും കോളുകൾ സ്വീകരിക്കാനും മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ ഫോൺ സ്ക്രീൻ നോക്കുക, സന്ദേശങ്ങൾ വായിക്കുക, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുക, വീഡിയോ കാണുക, നാവിഗേഷൻ പരിശോധിക്കുക തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുന്നു. ട്രാഫിക് സിഗ്നലിൽ വാഹനം നിർത്തിയിരിക്കുമ്പോൾ പോലും ഈ നിയമം ബാധകമാണ്. നിയമപരമായി ഫോൺ സ്പർശിക്കാൻ ഡ്രൈവർക്ക് അനുവാദമുള്ള ഏക സാഹചര്യം യാത്രക്കാരന് കൈമാറുമ്പോൾ മാത്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നിയമലംഘകർക്ക് ന്യൂ സൗത്ത് വെയിൽസിൽ $423 പിഴയും 5 ഡിമെറിറ്റ് പോയിന്റുകളും, ക്വീൻസ്ലാൻഡിൽ $1200 പിഴയും 4 ഡിമെറിറ്റ് പോയിന്റുകളും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർശന ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനുമാണ് ഈ കർശന നടപടികളെന്നും എല്ലാ ഡ്രൈവർമാരും നിയമങ്ങൾ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റിന ബെന്നി. റോയൽ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പ് ആൻഡ് വിൻ പ്രൊമോഷൻ ലോഞ്ച് അബുദാബിയിൽ നടന്നു. ജെറ്റോർ ഡാഷിംഗ് കാറുകൾ ഉൾപ്പെടെ ഉള്ള വമ്പൻ സമ്മാനങ്ങളാണ് റോയൽ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. മികച്ച ഷോപ്പിംഗ് അനുഭവം പകരുന്നതിനൊപ്പം സ്ഥിരം ഉപഭോക്താക്കൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുകയാണ് റോയൽ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റിന്റെ ലക്ഷ്യം. അബുദാബിയിലെ പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡായ റോയൽ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റ് തങ്ങളുടെ പുതിയ ഷോപ്പ് ആൻഡ് വിൻ പ്രൊമോഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ റോയൽ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റിന്റെ സ്ഥാപകനും ചെയർമാനുമായ തെക്കുപുരം അബ്ദുൾ റഹ്മാൻ പ്രൊമോഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രൊമോഷൻ ടീഷർട്ട് ലോഞ്ചുമുണ്ടായി. ജെറ്റോർ ഡാഷിംഗ് കാറുകൾ, iPhone 17 Pro Max ഫോണുകൾ, മന്ത്രി ഷോപ്പിംഗ് കാർഡുകൾ തുടങ്ങിയവയാണ് സമ്മാനം. ഉപഭോക്താക്കൾക്ക് കൂടുതൽ മൂല്യവും മികച്ച സമ്മാനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രൊമോഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം 13 ഫെബ്രുവരി തൊട്ട് തുടങ്ങും. 6 കാറുകളാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ 12 ഐഫോണും ഉണ്ട്. സോ എല്ലാ മാസവും 2 ഐഫോണും പിന്നെ ഒരു ജെറ്റോർ ഡാഷിംഗ് കാറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ഫെബ്രുവരി 13 തൊട്ട് തുടങ്ങും. കസ്റ്റമേഴ്സ് തന്നെയാണ്, അവരാണ് എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നത്. സോ അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാന്നുള്ള ഇതിലാണ്. നമ്മൾ ലാസ്റ്റ് ഇയറും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ വർഷം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയർ മേ ബി ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചടങ്ങിൽ പ്രമുഖ ബിസിനസ് പങ്കാളികൾ, സ്പോൺസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിനു മാറ്റുകൂട്ടാൻ സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു. 24 ദുബായ്. സൗദിയിൽ പുകയില വിൽപ്പന കേന്ദ്രങ്ങൾ പള്ളികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും 500 മീറ്റർ അകലെയായിരിക്കണമെന്ന് നിർദ്ദേശം. രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും നിയമം ബാധകമാണ്. എന്നാൽ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് താമസ സൗകര്യങ്ങളെ ഈ ദൂരപരിധി നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ടൂറിസം മേഖലയിലെ ബിസിനസ് സാധ്യതകൾ വർദ്ധിപ്പിക്കാനാണ് ഇളവ് നൽകുന്നത്. പുകയില വിൽപ്പന നിയന്ത്രിക്കുന്നതിനൊപ്പം സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തു പകരുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഖത്തർ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് 4% നിലനിർത്തുമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വിലയിരുത്തി. LNG ഉൽപാദനത്തിലെ വൻ വിപുലീകരണവും വിജയകരമായ സാമ്പത്തിക പരിഷ്കരണങ്ങളുമാണ് വളർച്ചയ്ക്ക് പ്രധാന കരുത്താകുന്നത് എന്നും IMF റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആഗോള സാമ്പത്തിക ആഘാതങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഖത്തർ സമ്പദ്വ്യവസ്ഥ അതിജീവന ശേഷി പ്രകടിപ്പിക്കുന്നതായും വളർച്ചാ നിരക്ക് ശരാശരി 4% നിലനിർത്തുമെന്നും IMF ചൂണ്ടിക്കാട്ടി. അനുകൂലമായ സാമ്പത്തിക പ്രവചനങ്ങളുടെ പിന്തുണയോടെ മധ്യപാത കാലയളവിൽ ശരാശരി 4% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ശക്തമായ മാക്രോ സാമ്പത്തിക നിയന്ത്രണവും മധ്യകാലയളവിൽ LNG ഉൽപാദനത്തിലെ ഗണ്യമായ വളർച്ചയും മൂന്നാം ദേശീയ വികസന തന്ത്രമനുസരിച്ചുള്ള പരിഷ്കരണങ്ങളുമാണ് ഖത്തറിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് പിന്തുണയായതായി ആർട്ടിക്കിൾ 4 ആലോചനയ്ക്ക് മുന്നോടിയായി ദോഹ സന്ദർശിച്ച IMF സംഘം മേധാവി നാഥൻ പോർട്ടർ പറഞ്ഞു. 2024 സാമ്പത്തിക വളർച്ച 2.4% 2025 മൂന്നാം പാദം വരെ ഇത് ഏകദേശം 3% ശക്തി പ്രാപിച്ചതായും മധ്യപാത കാലയളവിൽ ശരാശരി 4% അടുപ്പമുള്ള വളർച്ച പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വളർച്ചാ സൗഹൃദ ധനകാര്യ ഏകീകരണത്തോടുള്ള ഖത്തറിന്റെ ഉറച്ച പ്രതിബദ്ധത, വരുമാന ചെലവ് പരിഷ്കരണങ്ങളുടെ വേഗവൽക്കരണം, തലമുറകൾക്കിടയിലെ സമത്വം ഉറപ്പാക്കുന്ന മധ്യപാതകാല ധനകാര്യ ചട്ടക്കൂട് എന്നിവ ധനകാര്യ സ്ഥിരതയും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്തുമെന്ന് IMF വ്യക്തമാക്കി.
ആഗോള വളർച്ചാ മന്ദഗതി, കടുത്ത സാമ്പത്തിക സാഹചര്യങ്ങൾ, മേഖലയിലെ സംഘർഷങ്ങൾ, LNG വിപണിയിലെ ദീർഘകാല അധിക വിതരണ സാധ്യത, കാലാവസ്ഥാ സമ്മർദ്ദങ്ങൾ എന്നിവ വളർച്ചയ്ക്ക് വെല്ലുവിളികളാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പരിഷ്കരണങ്ങളും LNG വിപുലീകരണവും വേഗത്തിലാകുന്ന പക്ഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർച്ച നേടാനാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മധ്യപാത കാലയളവിൽ ധനകാര്യവും ബാഹ്യ കറന്റ് അക്കൗണ്ട് മിച്ചവും തുടരുമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം 2026 ബജറ്റിൽ സൂക്ഷ്മമായ ചെലവ് പദ്ധതികൾ ഉൾക്കൊള്ളുന്നതായും വ്യക്തമാക്കി. അൻവർ പാലേരി, 24 ദോഹ. മദീനയിലെ പ്രധാനപ്പെട്ട പല പള്ളികളിലും റമദാനിലെ ഇഫ്താർ വിതരണത്തിന് മദീന ഡെവലപ്മെന്റ് അതോറിറ്റി പുതിയ നിബന്ധനകൾ പ്രഖ്യാപിച്ചു. മസ്ജിദ് കുബ, മീഖാത്ത്, ഖിബ്ലതൈൻ പള്ളികളിലാണ് നിയന്ത്രണം. പള്ളിക്കുള്ളിൽ 20 പേർക്കും പുറത്ത് 26 പേർക്കും വീതം ഇഫ്താർ നൽകാനാണ് അനുമതിയുള്ളത്. അംഗീകൃത കേറ്ററിംഗ് കമ്പനികൾ തയ്യാറാക്കുന്ന ഭക്ഷണ കിറ്റുകൾ മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഭക്ഷണത്തിൽ ഈന്തപ്പഴം, തൈര്, വെള്ളം എന്നിവ ഉൾപ്പെടുത്തണം. ശുചിത്വം പാലിക്കണമെന്നും നമസ്കാരത്തിന് മുൻപ് സുപ്രകൾ നീക്കം ചെയ്യണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇഫ്താർ വിതരണത്തിന് താൽപര്യമുള്ളവർക്ക് അതോറിറ്റി വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. സൗദി അറേബ്യയിൽ പ്രവാസികൾക്കും സ്വദേശികൾക്കും ആശ്വാസമായി അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ പുതിയ സേവനങ്ങൾ തുടങ്ങി. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പാസ്പോർട്ട് വിഭാഗമാണ് 4 പ്രധാന ഡിജിറ്റൽ സേവനങ്ങൾ പുതിയതായി ഉൾപ്പെടുത്തിയത്. ഇഖാമയിലെ ഫോട്ടോ പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി കൂടുതൽ ലളിതമാകും. സൗദിയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ ഭാഗമായി സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റങ്ങൾ. ആഭ്യന്തരമന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ സൗദിന്റെ സാന്നിധ്യത്തിലാണ് പുതിയ 4 ഇലക്ട്രോണിക് സേവനങ്ങളുടെ ഉദ്ഘാടനം നടന്നത്. പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ ഇഖാമ അഥവാ താമസരേഖയിലെ ഫോട്ടോ പുതുക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടാതെ ആശ്രിത വിസയിലുള്ളവരുടെ റെക്കോർഡുകൾ റദ്ദാക്കുന്നതിനും ആശ്രിതരെ സ്പോൺസറുടെ റെക്കോർഡിൽ നിന്ന് വേർപെടുത്തുന്നതിനുമുള്ള സേവനങ്ങളും ഇനി അബിഷിർ വഴി ലഭ്യമാകും. യാത്രക്കാർക്കായി അബിഷിർ സഫർ സേവനം സൽവ അതിർത്തി വഴിയുള്ള യാത്രക്കാർക്കും ബാധകമാക്കിയിട്ടുണ്ട്. സമയവും അധ്വാനവും ലാഭിക്കുന്നതിനൊപ്പം ജവാസാത്തിന്റെ സേവന നിലവാരം മെച്ചപ്പെടുത്താനാണ് ഈ മാറ്റങ്ങളെന്ന് ജവാസാത്ത് ഡയറക്ടർ ജനറൽ ഇൻചാർജ് സാലിഹ് അൽ മുറായി വ്യക്തമാക്കി. സാധാരണക്കാർക്ക് സർക്കാർ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. 24 ജിദ്ദ. റമദാൻ മാസത്തിന് മുന്നോടിയായി സൗദി ബഹ്റൈൻ പാലമായ കിങ് ഫഹദ് പാലത്തിൽ തിരക്ക് വർദ്ധിക്കുന്നു. സൗദിയിൽ നിന്നും ബഹ്റൈനിൽ നിന്നുമുള്ള വാഹനങ്ങളുടെ വൻ ഒഴുക്കാണ് ഇവിടേക്ക്. നിലവിൽ 35 മിനിറ്റിലധികമാണ് അതിർത്തി കടക്കാനുള്ള കാത്തിരിപ്പ് സമയം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ചില ഭാഗങ്ങളിൽ 41 മിനിറ്റ് വരെ സമയമെടുക്കുന്നുണ്ട്. കൺട്രോൾ റൂമുകൾ വഴി ഗതാഗതത്തിന്റെ വേഗത അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ യാത്രാ പ്ലാനുകൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ യാത്രക്കാർ തയ്യാറാകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുക്കളത്തോട്ടവും ജൈവ പച്ചക്കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊടിയത്തൂർ സർവീസ് ഫോറം അംഗങ്ങൾക്ക് കർഷക അവാർഡുകൾ വിതരണം ചെയ്തു. കർഷകശ്രീ അവാർഡ് 1ാം സമ്മാനം കരസ്ഥമാക്കിയ സഫ്ന ഫിൽസറിന് കുവൈറ്റിൽ നിന്നും ഹ്രസ്വ സന്ദർശനത്തിനെത്തിയ കൊടിയത്തൂരിലെ ആദ്യ എഞ്ചിനീയറും ആദ്യകാല പ്രവാസിയുമായ ഉസൈമത്ത് പുരസ്കാരം കൈമാറി. കർഷകശ്രീ അവാർഡ് 2ാം സമ്മാനം ഷഫീഖ് വടക്കേ വീട്ടിലിനും ജാസ് അബ്ദുറഹ്മാൻ കൈമാറി. നവകർഷക പുരസ്കാരം ഇർഷാദ് കാരക്കുറ്റിക്കും ഗാർഡനിംഗ് അവാർഡ് ഫാക്കിറ അമീനും സമർപ്പിച്ചു. ആൻഡ്രിയ ഖത്തർ പ്രൈഡ് ഡീലുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് ചെസ് ചലഞ്ചിന്റെ പോസ്റ്റർ ദോഹയിൽ പ്രകാശനം ചെയ്തു. ഗ്രാൻഡ് മാസ്റ്റർ ചാലഞ്ച് സീസൺ 1 4 വിഭാഗങ്ങളിലായി 8, 10, 12, 14 വയസ്സുകളിലുള്ള വിഭാഗങ്ങൾക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആൻഡ്രിയ ഖത്തർ പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു. അൽ ജസീറ അക്കാദമിയിൽ മാർച്ച് 27 നടക്കുന്ന മത്സരങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 14 വയസ്സിന് താഴെയുള്ള 300ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ആൻഡ്രിയ സ്പോർട്സ് സെക്രട്ടറി ജോസഫ് ജോർജ് അറിയിച്ചു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മികച്ച ഭൂരിപക്ഷത്തോടെ ബംഗ്ലാദേശിൽ അധികാരമുറപ്പിച്ചു. BNP ചെയർമാൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. മുൻ പ്രസിഡന്റ് സിയാവൂർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെയും മകനാണ് താരിഖ് റഹ്മാൻ. താരിഖ് റഹ്മാനുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയത്തിൽ അഭിനന്ദനം അറിയിച്ചു. 18 മാസം നീണ്ട മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് ശേഷമാണ് ബംഗ്ലാദേശ് വീണ്ടും ജനാധിപത്യ ഭരണത്തിലേക്ക് മടങ്ങുന്നത്. 300-അംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷമായ 151 സീറ്റും കടന്നാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റം. ജമാഅത്തെ ഇസ്ലാമി സഖ്യം 70ഓളം സീറ്റുകളിൽ ഒതുങ്ങി. ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് സിയാവൂർ റഹ്മാന്റെയും ഖാലിദ സിയയുടെയും മകൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലെ അടുത്ത പ്രധാനമന്ത്രിയാകും. 17 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയത്. 60.69% പോളിംഗാണ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്.
ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വിലക്കുണ്ടായിരുന്നതിനാൽ മത്സരിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിനെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 24 ഡൽഹി. പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.